വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര്. കേരളത്തിന്റെ സ്വന്തം ഇ-കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ്, ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും. ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു. തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ്, റിംഗ് റോഡ്, തിരൂർ. കേരളാസ് ബെസ്റ്റ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റിവൽ 2025 ത്രിദിന സാംസ്കാരികോത്സവം സെപ്റ്റംബർ 27, ഒക്ടോബർ 4, 5 തീയതികളിൽ പൊന്നാനിയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റ് 2025 സെപ്റ്റംബർ 27 ശനിയാഴ്ച എരമംഗലത്ത് തുടക്കം കുറിക്കുമെന്ന് പൊന്നാനിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പി നന്ദകുമാർ MLA പറഞ്ഞു. പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റിവൽ എന്ന പേരിൽ ഒരു ദ്വിദിന സാംസ്കാരികോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉജ്ജ്വലമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് പൊന്നാനി. സംസ്കാരം രാഷ്ട്രീയത്തിന് അതീതമല്ല. സംസ്കാരം ഒരു മേൽക്കൂരയാണ്, രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയാണ്. അപ്പോൾ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സാമൂഹികമായ വലിയ ഉജ്ജ്വല പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് പഴയ പൊന്നാനി. പറക്കാടിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ പൊന്നാനി. നവോത്ഥാന പ്രസ്ഥാനം, ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഇതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രദേശമാണ്. അത് വേണ്ടവണ്ണം അടയാളപ്പെടുത്തിയിട്ടില്ല പൂർണ്ണമായിട്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കുറേയെല്ലാം വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. കുറേ ആൾക്കാരുണ്ട്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കുറേ ചരിത്രം വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വ്യക്തിപരമായ ആ കാലഘട്ടത്തിലെ ഇടപെടലുകൾ അതിവിടെ എങ്ങനെ മാറ്റം വരുത്തി എന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ പഠനങ്ങളും ഇടപെടലുകളും ഇനിയും വേണം എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാംസ്കാരിക ഫെസ്റ്റിവലിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനൊന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഈ ഫെസ്റ്റിൻ്റെ ഒരു ഒന്നാമത്തെ ഫെസ്റ്റായിട്ടാണ്. ഇത് തുടർച്ചയായിട്ട് വേണം എന്നാണ് സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ സാംസ്കാരിക വകുപ്പിലെ പല ആൾക്കാർക്കും പൊന്നാനിയുടെ ചരിത്രം മുഴുവനും അറിയുന്നവരല്ല. അതിൻ്റെ പുതിയ ഓഫീസർമാരും പുതിയ ആൾക്കാരുമുണ്ട്, മന്ത്രി വകുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഒന്നാമത്തെ ചാപ്റ്റർ എന്ന നിലയ്ക്ക് ഞാൻ തുടങ്ങി വയ്ക്കും. അത് തുടർച്ചയായിട്ട് നടത്തണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ തുടങ്ങി വയ്ക്കുമ്പോൾ ഇവിടെ അത് 3 പ്രദേശത്ത് ആയിട്ടാണ്. ഇപ്പോൾ അടുത്ത കൊല്ലം 3 പ്രദേശത്ത് വേണോ, ഒരു പ്രദേശത്ത് ഒരു കൊല്ലത്ത് വേണോ എന്നൊക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്യട്ടെ. അപ്പോൾ അത് ആ സമയത്ത് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് സാംസ്കാരികമായ മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നിട്ട് വേണം, അത് വേണം ഒക്കെ ചർച്ച ചെയ്ത് കാണും. ഈ പ്രാവശ്യം 3 മേഖലയിലാണ് വെച്ചിട്ടുള്ളത്. അത് ഒന്ന്, മറ്റന്നാൾ 27-ാം തീയതി കൊളാടി ഉണ്ണി. കൊളാടി ഉണ്ണിയെ പറ്റിയ ചരിത്രം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഞാനത് തേടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളത് കുറേ കിട്ടാവുന്ന പുസ്തകങ്ങൾക്കകത്ത് 4 പുസ്തകങ്ങളിൽ നിന്നായി കുറേ രേഖ വെച്ചൊരു ബുക്കാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനം അടിത്തറ പാകിയതിൽ ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തി വേണ്ടത്ര അത് പരിഗണിക്കപ്പെടാതെ പോയിട്ടൊരു വ്യക്തിയാണ് ഇവിടെ. അദ്ദേഹം 35-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി, 56-ന് മുമ്പ്. നമുക്ക് അപ്പോൾ അതിന് മുമ്പ് നടത്തിയിട്ടില്ല. അതായത് 400ഓളം ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമയായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ, ഒരു പ്രഭുകുടുംബം കൂടെ ജീവിച്ച കുടുംബത്തിൻ്റെ ഇറങ്ങി വന്ന് ഒരു ആ കാലഘട്ടത്തിനകത്ത് പിന്നെ ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി വലിയ തോതിൽ ഇടപെട്ട് സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 27, ഒക്ടോബർ 4, 5 ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുന്നത്. എരമംഗലം കൂടാതെ പൊന്നാനി, ചങ്ങരംകുളം എന്നിവിടങ്ങളിലും ത്രിദിന സാംസ്കാരികോത്സവം നടക്കും. പൊന്നാനിയുടെ സാംസ്കാരിക ജീവിതം കരുപിടിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കൊളാടി ബാലകൃഷ്ണൻ എന്ന കൊളാടി ഉണ്ണി, ഇ.കെ. ഇമ്പിച്ചിബാവ, പി. ചിത്ര നമ്പൂതിരിപ്പാട് എന്നിവരുടെ സ്മരണാർത്ഥം കൂടിയാണ് സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 27-ന് എരമംഗലം കോതമുക്ക് PV റീജൻസി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 3-ന് വന്നേരിയുടെ വെളിച്ചം എന്ന പേരിൽ കൊളാടി ബാലകൃഷ്ണൻ അനുസ്മരണം നടക്കും. പരിപാടി റവന്യൂ മന്ത്രി കെ. രാജൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ, ചരിത്രകാരൻ KN ഗണേഷ് എന്നിവർ പങ്കെടുക്കും. വന്നേരിയുടെ വെളിച്ചം കൊളാടി ബാലകൃഷ്ണൻ ഓർമ്മ പുസ്തകം പ്രകാശനം ചെയ്യും.
മുംബൈ നടന്ന കലാപകാരി ഡോക്യുമെന്ററി പ്രദർശനവും പാട്ടബാക്കി നാടകവും അരങ്ങേറും. ഒക്ടോബർ 4 പൊന്നാനി AV ഹൈസ്കൂളിൽ പൊന്നാനിയുടെ സമരവഴികൾ എന്ന പേരിൽ നടക്കുന്ന EK ഇമ്പിച്ചിബാവ അനുസ്മരണം കായികമന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. PP സുനീർ MP വിശിഷ്ടാതിഥിയാകും. പൊന്നാനി കടലും കാലവും എന്ന വിഷയത്തിൽ പ്രൊഫസർ PP അബ്ദുൾ റസാഖും EK ഇമ്പിച്ചിബാവയും പൊന്നാനിയും എന്ന വിഷയത്തിൽ പ്രൊഫസർ MM നാരായണനും സംസാരിക്കും. MT എഴുത്തിന്റെ ആത്മാവ് എന്ന നാടകവും ഗാനസദസ്സും നടക്കും. ഒക്ടോബർ 5 മൂക്കുതല ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്മരണകളുടെ പൂമുഖം എന്ന പേരിൽ നടക്കുന്ന P. ചിത്രൻ നമ്പൂതിരിപ്പാട് അനുസ്മരണവും സാംസ്കാരിക സദസ്സും കലാപരിപാടികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തൃശൂർ MLA P. ബാലചന്ദ്രൻ മുഖ്യാതിഥിയാകും. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. പൊന്നാനി PWD റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E. സിന്ധു, പൊന്നാനി നഗരസഭാ മുൻ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. കണ്ടതെല്ലാം മറന്നേക്കൂ. ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം. സ്വർണ്ണശില്പങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ, ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി. കപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, റിംഗ് റോഡ്, തിരൂർ. യുവർ പാഷൻ, യുവർ പ്രൈഡ്.